എന്താ ശരത്തേട്ടാ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കണത്? ഒന്നുമില്ലടച്ചോ, വെറുതെ വന്നൊക്കെ. നിങ്ങൾ എല്ലാ ദിവസവും ഇവിടെ ഒറ്റയ്ക്ക് വന്നിരിക്കുന്നുണ്ടല്ലോ, എന്താണ്? വല്ല കുട്ടികളെയും കാത്തിരിക്കുകയാണോ? ഇനി ഈ പ്രായത്തിൽ ഇതിന് കുറവേ ഉള്ളൂ. അല്ലെങ്കിലും കാത്തൊക്കെ നമുക്ക് ഏതാ പെൺകുട്ടികള്. നിങ്ങൾ ഇങ്ങനെ സാഡ് ആയല്ലോ ശരത്തേട്ടാ. അല്ല, ഇന്ന് ഞായറാഴ്ചയായിട്ട് എവിടെയും പെണ്ണ് കാണാനൊന്നും പോയില്ലേ? പോയടന്ന് പോയി. ഇന്ന് 2 എണ്ണം കണ്ടോ? എന്താ 2 എണ്ണം ഒക്കെ കണ്ടാ? ഇതിപ്പോ കൊറേ കാലം ഇല്ല തുടങ്ങിയിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു 35-36 വയസ്സുണ്ടാവില്ലേ? 36 വയസ്സായടാ. 36 വയസ്സായാ? എൻ്റെ ശരത്തേട്ടാ, ചെറിയ പിള്ളേരടക്കം കല്യാണം കഴിഞ്ഞ് കുട്ടികളുമായി. പിന്നെ നമ്മുടെ കണ്ണാട്ടൻ പറഞ്ഞു നിങ്ങൾ 125 പെണ്ണുങ്ങളെ പെണ്ണ് കാണാൻ പോയിന്നാണ്. എല്ലാരും കളിയാക്കാൻ തുടങ്ങിയില്ലടാ. അല്ല, അവൻ പറഞ്ഞതും കാര്യം തന്നെ. 110-125 കഴിഞ്ഞു. ഇത്രയും സ്ഥലത്ത് പെണ്ണ് കാണാൻ പോയാ? എന്നിട്ട് ഒരാൾക്കും ഇഷ്ടമായില്ല? എൻ്റെ ശരത്തേട്ടാ, ഏട്ടൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എടാ, എനിക്ക് ഗവൺമെന്റ് ജോലിയൊന്നും അല്ലല്ലോടാ, ഒരു മൊബൈൽ ഷോപ്പ് തന്നെയല്ലേ. ഒന്നാമത് ഈ 30 കഴിഞ്ഞ ചെക്കന്മാർ ആർക്കും വേണ്ട. വീട്ടിലെ പ്രാരാബ്ദം കൊണ്ട് 31-ന് ശേഷം പെണ്ണ് കാണാൻ ഇറങ്ങിയത്. ഇപ്പം 36 വയസ്സായി. തന്ത വൈബായില്ലടാ. പിന്നെ അതിനും പെൺകുട്ടികൾ ഇഷ്ടപ്പെടുവോ? നിങ്ങൾക്ക് കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഇപ്പം ആരെയും കാണുന്നില്ല, എന്തു വെച്ച്? ഫ്രണ്ട്സൊക്കെ കുറേ ഉണ്ടായിരുന്നടാ. എല്ലാവർക്കും നല്ല പ്രായത്തിൽ കല്യാണം കഴിഞ്ഞ് കുട്ടികളായി. ഞാൻ മാത്രമല്ല ഇങ്ങനെ ഒറ്റത്തടി. ഈ ട്രിപ്പൊക്കെ പോകുമ്പോൾ അവന്മാർ വിളിക്കും. പിന്നെ അവരൊക്കെ ഫാമിലി ആയിട്ട് പോകുന്ന സമയത്ത് ഞാൻ അവരോടെ ഇതാ നല്ലടാ. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഒരു സുഖമുണ്ട്. ഒറ്റയ്ക്ക് ഇരിക്കുക എന്ത് സുഖം? നിങ്ങൾ ഫുള്ള് വിഷാദമാണ് മനുഷ്യ. വിഷാദം ആയെങ്കിലും ഈ സമയം കൂടി വിഷാദമാക്കും മോനെ. എൻ്റെ അച്ചു, ഈ നല്ല പ്രായത്തിൽ തന്നെ കെട്ടിക്കോ കേട്ടോ. അല്ലെങ്കിൽ ഒരു വഴിക്ക് എനിക്ക് പോകാൻ പറ്റില്ല. ഇതിപ്പോൾ ഒരു കല്യാണം പോലെ പോയാലും ബന്ധുക്കാരൻ്റെ വീട്ടിൽ പോയാലും കല്യാണം കഴിഞ്ഞാലും 35 വയസ്സായാലേ പെണ്ണ് നോക്കുന്നതിനെ കണ്ടില്ലേ ഒരു സൗകര്യം തരില്ല മോനെ. എടാ, ഈ ഒറ്റയ്ക്ക് ഇരിക്കുക ഇഷ്ടമുണ്ടായിട്ടൊന്നും അല്ല, ഈ ആൾക്കാരുടെ ചോദ്യം പറഞ്ഞിട്ട് വന്നിട്ട് ഇരിക്കുക. നിങ്ങളുടെ പ്രായത്തിലും കല്യാണം കഴിയാത്ത എത്ര പേരാണ് നമ്മുടെ നാട്ടിൽ? പുറമേ നിന്ന് ചിരിച്ചു കളിച്ച് നടക്കുകയാണെങ്കിലും ഉള്ളിൽ ഇതൊക്കെയാണല്ലേ അവസ്ഥ. അത് സാരല്ലടാ. അല്ല, നിന്റെ കാര്യം എന്തായി? എൻ്റെ ഒരു 2-3 മാസത്തിലുണ്ടാവും. അല്ല, നിങ്ങൾക്ക് എന്നെ പോലെ പ്രേമിച്ച് കെട്ടിക്കൂടെ? അതാകുമ്പോൾ ഈ ജോലിയും കൂലിയും നോക്കില്ലല്ലോ. ഈ പ്രായത്തിൽ പ്രേമിക്കാനോ? എടാ, ഞാൻ അങ്ങോട്ട് പ്രേമിച്ചാൽ പോലല്ലോ. നിങ്ങൾ എന്നെ കാറിലും പ്രേമിക്കണോ മോനെ? ശരി എന്നാ. ചേട്ടാ, ചേട്ടാ ഒന്ന് നിൽക്കോ? എന്താ പ്രശ്നം? ചേട്ടാ, ഞാനിവിടുത്തെ ഗ്യാസ് ഗോഡൗണിൽ വർക്ക് ചെയ്യുന്നത്. അപ്പം അമ്മയ്ക്ക് വയ്യാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഫോൺ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ബസ്സൊന്നും ഇപ്പോൾ കിട്ടില്ല, എന്നെ ഒന്ന് ഓട്ടോ സ്റ്റാൻഡിൽ കൊണ്ട് വിട്ടു തരുമോ? ഞാൻ വേണ്ടിയിരിക്കട്ടെ. ആ ചേച്ചി ഏത് ഹോസ്പിറ്റലിലാ? ഒരു 10 മിനിറ്റ്, ഞാൻ വേഗം എത്താം. ആ, ഏത് ഹോസ്പിറ്റലാ? ടൗണിലുള്ള ഹോസ്പിറ്റലിലാ. ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുവിട്ടേ. താങ്ക് യു ഏട്ടാ. ഹലോ, ഇതെന്താ ഇവിടെ? ഇതെൻ്റെ വീട്. ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി നിൽക്കായിരുന്നു. അല്ല, അപ്പോൾ അമ്മ ഡിസ്ചാർജ് ആയില്ല? ഇല്ല, അമ്മയ്ക്ക് കുറച്ച് ടെസ്റ്റുകളൊക്കെ എഴുതി തന്നിട്ടുണ്ടായിരുന്നേ. അപ്പം അതിൻ്റെ റിസൾട്ട് വരുന്നവരെ കിടക്കേണ്ടി വരും. അയ്യോ, അല്ല, അപ്പോൾ അമ്മൻ്റെ കൂടെ ആരാള്? അച്ഛനായിരിക്കും അല്ലേ? വീട്ടിൽ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ഡ്രസ്സും പാത്രമൊക്കെ എടുക്കാണ്ടായിരുന്നേ. അപ്പോൾ അമ്മനെ വേറെ ചേച്ചിൻ്റെ അടുത്ത് ആക്കിയിട്ട് ഇങ്ങോട്ട് വന്നതാണ്. ഇവിടുന്ന് 5 മണിക്കൊരു ബസ് ഉണ്ടായിരുന്നു, പക്ഷെ 5 കാലമായിട്ടും കാണുന്നില്ല. ഞാനത് നോക്കി നിൽക്കുകയായിരുന്നു. അയ്യോ, ഒരു PRK ബസ്സാണോ? അത് വരുന്ന വഴിക്കടെ പഞ്ചറായി നിൽക്കുന്നുണ്ട്. അയ്യോ, ഇനിയിപ്പോൾ 6:30 ബസ്സുള്ളൂ. ഓട്ടോയിൽ പോകേണ്ടി വരുമോ? ഒരു കാര്യം ചെയ്യും, ഞാനിവിടെ പോയിട്ട് ഓട്ടോറിക്ഷ ഇങ്ങോട്ട് പറഞ്ഞേക്കാം. ചേച്ചി, ഒരു 10 മിനിറ്റ് ഞാൻ വേഗം വരാം, വന്നിട്ട് പോയാൽ മതി. വേഗം വരാം ചേച്ചി. ശരി. പ്രശ്നമുണ്ടോ? അത് ആ ചേച്ചിക്ക് എങ്ങോട്ട് പോവാണ്ട് എത്ര. അമ്മ അവിടെ ഒറ്റയ്ക്കാ. വണ്ടി കയറി, ഞാൻ കൊണ്ടുവിടാം. കുഴപ്പമില്ല. കവർ
ഹലോ, മാഷെന്താ എവിടെ? അല്ല, താനിതുവരായിട്ട് ഈ ഹോസ്പിറ്റലിൽ നിന്ന് പോയില്ലേ? ഇല്ല, അമ്മയ്ക്കൊരു സർജറി വേണ്ടി വന്നു. എനിക്കൊരു 4 ദിവസം കൂടി കിടക്കേണ്ടി വരും. ഇവിടെ ആരെങ്കിലും കാണാൻ വേണ്ടി വന്നാണോ? ഇല്ല, ആരെയും കാണാൻ വേണ്ടി വന്നതല്ല. അമ്മ ഇവിടെ അഡ്മിറ്റാണ്. ഇപ്പം 2 ദിവസം കഴിഞ്ഞു. അമ്മയ്ക്ക് ഈ പ്രഷറും ഷുഗറൊക്കെ ഉണ്ടേ. ഹാർട്ടിന് ചെറിയൊരു പ്രോബ്ലം കൂടി ഉണ്ട്. അപ്പോൾ ഡോക്ടർ എന്തോ ആൻജിയോപ്ലാസ്റ്റി അങ്ങനെ എന്തോ സർജറി കൂടി വേണം പറഞ്ഞതാ. നല്ല പൈസയോ. അപ്പം എൻ്റെ അടുത്ത് കുറച്ച് പൈസ ഉണ്ട്. പിന്നെ 2-3 നാൾ കടം വാങ്ങിയിട്ടുണ്ട്. അതൊന്നും തികയില്ല. അവൻ്റെ കാതിൽ ചെറിയ 2 കമ്മലുണ്ട്. ഇപ്പോൾ ഒരു വകയിൽ വലിയ മതുണ്ട്. അവരെ അമ്മേൻ്റെ അടുത്ത് ആക്കിയിട്ട് ഞാൻ അന്ന് പണയം വയ്ക്കാൻ വേണ്ടി പോവാം. അല്ല, അപ്പം ഹെൽത്ത് ഇൻഷുറൻസ് ഒന്നും എടുത്തിട്ടില്ലേ? എടുത്തിട്ടില്ലടോ. കുറേ ആയിട്ട് എടുക്കണം വിചാരിച്ചാ. പക്ഷെ പിന്നെ അവൻ്റെ മാറ്റി വെച്ചിട്ടേ ഇപ്പം നല്ല പണി കിട്ടി. ഈ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ആരെങ്കിലും പിന്നത്തേക്ക് മാറ്റി വയ്ക്കോ? അതൊക്കെയല്ലേ പെട്ടെന്ന് എടുക്കേണ്ടത്. ഞാൻ തന്നെ ഇപ്പോൾ 10 ദിവസമായി അമ്മനെ കൊണ്ട് കിടക്കാൻ തുടങ്ങിയിട്ട്. എത്ര ലക്ഷങ്ങളായെന്നറിയോ? പക്ഷെ ഇൻഷുറൻസ് എടുത്തുകൊണ്ട് 1 രൂപ പോലും എൻ്റെ കയ്യിൽ നിന്ന് ചിലവായിട്ടില്ല. അതാ ഞാനും ആലോചിക്കുന്നതേ. ഇപ്പോൾ കുറേ ദിവസമല്ലേ ഹോസ്പിറ്റലിൽ. തൻ്റെ പൈസ എവിടെ നിന്നാണ് ചിന്തിക്കുമായിരുന്നു. അല്ല, അപ്പോൾ ഈ ഇൻഷുറൻസൊക്കെ നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതാണോ? എല്ലാവരും കൊണ്ടും താങ്ങാൻ പറ്റും. മാസേ 400-500 രൂപ മുതൽക്ക് പ്രീമിയം തുടങ്ങുന്നുണ്ട്. 1 കോടി വരെയൊക്കെ കവറേജും കിട്ടും. ഇനിയിപ്പോൾ അമ്മയ്ക്കിപ്പോൾ അസുഖം വന്നിട്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അയ്യോ, ഇത്രയേ ഉള്ളൂ? എന്നാൽ പിന്നെ ആദ്യം എടുത്തിട്ടുണ്ടാവും കേട്ടോ. ഇതിപ്പോൾ എത്ര പൈസ അല്ലാന്ന് അറിയാം 2 ദിവസം കൊണ്ട്. ഇനി എത്ര വേണമെന്തോ. അല്ല, താൻ എങ്ങനെ എടുത്തത്? അതിന് വലിയ പണിയൊന്നുമില്ല. ഈ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഒരു ലിങ്ക് ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ കാണുന്ന QR കോഡിൽ സ്കാൻ ചെയ്തിട്ടേ ഇന്ത്യയിലെ ടോപ്പ് കമ്പനികൾ സെലക്ട് ചെയ്തിട്ട് ഒന്ന് എടുക്കാൻ പറ്റും. പിന്നെ ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ 25% വരെ ഡിസ്കൗണ്ട് കിട്ടും. അതേപോലെ ഈ BP, ആസ്മ, തൈറോയ്ഡ്, ഡയബറ്റീസ് പോലുള്ള അസുഖങ്ങൾക്കൊക്കെ 1-ാമത്തെ ദിവസം മുതൽ കവറേജ് കിട്ടുന്ന പ്ലാനുകൾ വരെ ഇതിലുണ്ട്. പിന്നെ പ്രവാസികൾക്ക് ഭയങ്കര ലാഭം കേട്ടോ. അവർക്ക് നാട്ടിൽ നിന്ന് എടുക്കുമ്പോഴേ 35 മുതൽ 40% വരെ കുറഞ്ഞ ചെലവിൽ എടുക്കാനും പറ്റും. തനിക്ക് എല്ലാ കാര്യത്തിനെ കുറിച്ചും വലിയ അറിവാണല്ലോ. അല്ലപ്പോൾ അവിടെ ആരാ ഉള്ളത്? ഇന്നിപ്പോൾ വേറൊരു ചേച്ചിനെ കിട്ടിയിട്ടുണ്ട്. അവർ കുറച്ച് നേരം അമ്മനെ നോക്കാമെന്ന് പറഞ്ഞേ. ആ ഒരു ഗ്യാപ്പിൽ വീട്ടിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ എടുക്കാമെന്ന് വിചാരിച്ചിറങ്ങിയതാ. ഇതൊക്കെ തന്നെ കൊണ്ടേ പറ്റുള്ളൂ കേട്ടോ. എന്താ വല്യമ്മ? ശരത്തേ, ബസ്സും വന്നല്ലോ. എൻ്റെ ശരത്താട്ടാ 2 തവണ ബൈക്കിൽ കയറുന്നു, 1 തവണ ഹോസ്പിറ്റലിൽ വെച്ച് കാണുന്നു. എനിക്ക് തോന്നുന്നു നിങ്ങൾ 2 പേരും സെറ്റാകുന്നതാണ്. എന്നാൽ പിന്നെ നിങ്ങൾക്ക് നേരിട്ട് പറഞ്ഞൂടെ ഏട്ടനും ചേച്ചി ഇഷ്ടമാണെന്നുള്ളത്? എടാ നമ്മുടെ അമ്മയ്ക്ക് പെട്ടെന്ന് സൂല ഹോസ്പിറ്റലാണെന്ന് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടാലേ പിന്നെ എന്താടാ, നമ്മൾ ആരെ കാണുന്നത് എന്താണെന്ന് നോക്കില്ലല്ലോ. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്താനല്ലേ ശ്രമിക്കുള്ളൂ. അപ്പോൾ ആ കുട്ടി പാവം പേടിച്ചോടി വന്നപ്പോൾ എന്നെ കണ്ടപ്പോൾ അങ്ങനെ ബൈക്കിൽ കയറിയാൽ എന്താ. അപ്പോൾ 2 ദിവസം കണ്ട് വീണ്ടും യാദൃശ്ചികമായിട്ട് ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് കണ്ടപ്പോൾ അങ്ങനെ കയറിയതാ. ഇപ്പം അതും പറഞ്ഞുകൊണ്ട് ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ചെന്നാണ്ടല്ലോ. എന്നെക്കുറിച്ച് എന്താണ് വിചാരിക്കാറ്? നിങ്ങൾ പറഞ്ഞ ആദ്യത്തെ കേസ് ഓക്കെ, പക്ഷെ 2ാമതും ചേച്ചി ബൈക്കിൽ കയറണമെന്ന് പറഞ്ഞാൽ അത് ഏട്ടനോടുള്ള വിശ്വാസം കൊണ്ടല്ലേ? നീ ഓരോന്ന് പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കലടാ. ഒന്നാമത് എനിക്ക് പെൺകുട്ടികളൊന്നും മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയില്ലൂ. ഈ പെണ്ണ് കാണാൻ പോകുന്ന സമയത്ത് പേരെന്താ പഠിച്ചതെന്നൊക്കെ അത്രയൊക്കെ ചോദിക്കാൻ അറിയുള്ളൂ. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടി എൻ്റെ ബൈക്കിൽ കയറിയിട്ട് കുറേ എന്നോട് സംസാരിക്കുന്നു, ആ കുട്ടിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നു. സത്യം പറയാം എന്തോ വല്ലാത്ത സന്തോഷം തോന്നടാ. ഇതിപ്പോൾ ഞാൻ ഇതും കൂടി പറഞ്ഞാണ്ടല്ലോ ആ കുട്ടി എന്നെ മുഖത്ത് പോലും തിരിഞ്ഞു നോക്കില്ല. ഇതിപ്പോൾ എപ്പോഴെങ്കിലും എവിടെയെന്ന് വെച്ചാൽ കണ്ടാൽ തന്നെ ഒരു ഹായ് പോലെ ഒരാളായാലോടാ. എനിക്ക് അതൊക്കെ മതിയടാ. നിങ്ങളെപ്പോലെ ഒരു ശുദ്ധൻ ഈ ലോകത്ത് വേറെ ഉണ്ടാവില്ല. വെറുതെ അല്ല നിങ്ങൾക്ക് പെണ്ണ് കിട്ടാത്ത. ഏട്ടന് പേടിയാണെങ്കിൽ പറ, ഞാൻ വേണമെങ്കിൽ പോയി പറയാം. വേണ്ട വേണ്ട. എടാ അന്നേ ഞാൻ ഹോസ്പിറ്റലിൽ സംസാരിച്ചപ്പോൾ പെട്ടെന്ന് വലിയ വിളിച്ചു പറഞ്ഞത് അമ്മയ്ക്ക് ഇത് സൂല പറഞ്ഞിട്ടേ. അപ്പം ഞാൻ പെട്ടെന്ന് ഫോൺ കട്ടാക്കി ഓടി. അന്നേരം ഇവിടെ എവിടെയോ അത്യാവശ്യമായിട്ട് എവിടെയോ പോകുന്നതാ. അതൊക്കെ ഒഴിവാക്കിയിട്ട് നേരെ അങ്ങോട്ട് ഹോസ്പിറ്റലിൽ വന്ന് അമ്മേൻ്റെ കൂടെ നോക്കിയായിട്ടാണ് പോയത്. അവൾക്കാണെങ്കിൽ അതിലേറെ വലിയ പ്രശ്നം നിൽക്കുക, അമ്മേൻ്റെ സർജറി ഒക്കെ ആയിട്ട്. എന്നിട്ടും അന്നേരം കുറേ നേരം കൂടെ നിന്നപ്പോൾ എന്തോ വേണ്ട, ആ ഒരു റിലേഷൻ ഇല്ലാണ്ടാക്കാൻ എനിക്ക് കഴിയില്ല. എന്താ അമ്മ പയ്യേ? ഞാൻ വരാമ. ശരത്തേട്ടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. അതെ, കുറേ ആയല്ലോ കണ്ടിട്ട്. എവിടെയായിരുന്നു?
ഞാനേ കമ്പനിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഇതിലൂടെ പോകുന്ന കണ്ടു. അതാ പിന്നെ ഈ വഴിക്ക് വന്നത്. നാട്ടിലുണ്ടായിരുന്നില്ലേ? ഇല്ല, എവിടെയും പോയിട്ടൊന്നുമില്ല, നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാനേ കുറച്ച് ദിവസമായിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയില്ല, അതുകൊണ്ടാ. ആ അത് പറ, ഞാൻ ദിവസവും നോക്കണ്ടായിരുന്നേ. പിന്നെ പെണ്ണുകളിൽ 150 തയ്ച്ചോ? ബസ് പോകുന്നുണ്ട് കേട്ടോ, അത് തിരിച്ചു വരുമ്പോഴേക്കും പോയിക്കോ, അല്ലെങ്കിൽ പിന്നെ അടുത്ത 1 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ളൂ. ശരി. നാളെ ഞായറാഴ്ചയല്ലേ? ഏത് വഴിക്കാ പെണ്ണ് കാണാൻ പോകുന്നത്? ഇല്ല, ഈ പെണ്ണ് കാണുന്ന പരിപാടിയൊക്കെ നിർത്തി. അതെന്ത് പറ്റി? ആരെങ്കിലും സെറ്റായോ? എവിടെ നിന്ന് സെറ്റായോട്? ഈ 10-25 പെണ്ണ് കാണാൻ പോയതിന് ശേഷമേ പിന്നെ എനിക്ക് അതിനോട് തീരെ താല്പര്യമില്ലായിരുന്നു. എനിക്കറിയാം എനിക്ക് കിട്ടില്ല എന്ന്. പക്ഷെ അമ്മ, അതിപ്പോൾ എല്ലാവരുടെ അമ്മയും അങ്ങനെ ആയിരിക്കുമല്ലോ, ഒരു സമാധാനം തരില്ലേ, പോ പറഞ്ഞിട്ടേ. എന്നെ മാത്രമല്ല, ഒരു ബ്രോക്കറുണ്ട് ബാബു, മൂപ്പൻ്റെ വീട്ടിലേക്ക് അമ്മ രാവിലെ പോകും. എൻ്റെ മോന് പറ്റിയ ഏതെങ്കിലും ഒരു പെൺകുട്ടിനെ കാണിച്ചു കൊടുക്കുക പറഞ്ഞിട്ട്. അങ്ങനെ ഇപ്പോൾ എല്ലാ ഞായറാഴ്ച മൂപ്പരെന്നെ കൂട്ടിക്കൊണ്ടുപോകും. ഞാൻ മൂപ്പരോട് പറയാറുണ്ട്, അവിടെ എൻ്റെ ജോലി ഇതാണ്, ഇത്ര വയസ്സായി, ഇതൊക്കെ പറയുന്നത്. മൂപ്പര് പറയുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട്, നീ വാന്നൊക്കെ പോവും. പക്ഷെ അവിടെ പോകുമ്പോൾ വെറുതെ നാണം കെട്ട് ഇറങ്ങുക. സത്യം പറഞ്ഞാൽ മൂപ്പരൊന്നും പറയില്ലേ, കാരണം മൂപ്പർക്ക് ഈ കമ്മീഷൻ വേണമല്ലോ. ഇപ്പം എൻ്റെ ജോലിയും വയസ്സൊക്കെ ആരും വരണ്ട പറയും. അത് ആ പാവം അമ്മയ്ക്കും അറിയുന്നില്ലല്ലോ. അതുകൊണ്ട് എല്ലാ ആഴ്ച ഒരു ചടങ്ങിന് വേണ്ടി അമ്മനെ ബോധിപ്പിക്കാൻ വേണ്ടി പോകുമായിരുന്നു. ഇനിയിപ്പോൾ ഇങ്ങനെ വീട്ടിൽ നിന്ന് തന്നെ ഒന്നി പറഞ്ഞയക്കാനും ബാബോട്ടനെ പോയി കണ്ടിട്ട് എൻ്റെ മോനൊരു പെണ്ണ് നോക്ക് പറയാനൊന്നും ആരും ഇല്ലടോ. കുറച്ച് ദിവസം മുമ്പേ അമ്മ പോയി. സോറി കേട്ടോ, എനിക്കറിയില്ലായിരുന്നു. ഏയ് അത് സാരല്ലടോ, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ളൂ. ദിവസം വീട്ടിൽ തന്നെ ആയിരുന്നു, ഇപ്പോഴും പുറത്തിറങ്ങാനായിട്ടില്ല. പക്ഷെ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ എന്താ പറയുക, അതിനകത്തൊരു ഒറ്റപ്പെട്ടൽ തോന്നലേ. അമ്മൻ്റെ ഒരു ഓർമ്മ എപ്പോഴും വരും. ഇനി ഇരുന്ന് ചിലപ്പോൾ എനിക്ക് മെൻ്റലായി പോകും, അതാ പുറത്തിറങ്ങിയത്. അല്ല, ഇവിടെ ആരെയില്ല, ഇവിടെ ഒറ്റയ്ക്ക് തന്നെ. എന്നാലും ബസ് വരുന്നുണ്ട്, പോയിക്കോ. എടോ, എന്താണ്, എന്താ പ്രശ്നം? എന്ത് പ്രശ്നം? അല്ല, താനല്ലേ പെട്ടെന്ന് വിളിച്ചിട്ട് ഇങ്ങോട്ട് വരുമോ പറഞ്ഞത്? പ്രശ്നം ഉണ്ടായിട്ടൊന്നുമല്ല. എന്തായാലും അവിടെ വെറുതെ ഇരിക്കല്ലേ, അപ്പോൾ ഒറ്റയ്ക്കൊന്ന് ബോറടിക്കണ്ടാവട്ടെ ഇങ്ങോട്ട് വിളിച്ചതാ. അല്ല, വണ്ടി എവിടെ? അല്ല, താൻ പെട്ടെന്ന് വിളിച്ചപ്പോഴേ ഞാൻ വെച്ചാൽ അമ്മയ്ക്ക് എന്തെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട പറഞ്ഞിട്ട് പേടിച്ചു എന്താ. കുറേ ദിവസം ശേഷം ഇന്നാണ് ഷോപ്പ് തുറന്നതേ, അപ്പോഴാണ് താൻ വിളിച്ചിട്ട് വരുമോ വെച്ചത്. വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടും കിട്ടുന്നില്ല. ഞാൻ പിന്നെ ഒരു ഓട്ടോറിക്ഷ പിടിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നതാ. അയ്യോ സോറി കേട്ടോ, ഷോപ്പിലുണ്ടായിരുന്നു അല്ലേ. ഞാൻ വിചാരിച്ചു ആ വയലിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയായിരിക്കുന്നു. എന്തായാലും വന്നതല്ലേ, 1 മിനിറ്റ്, ഞാൻ ഇപ്പോൾ വരാം. പേടിച്ചു. ദാ ചായ. കുടിക്ക്. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. ഉച്ചയ്ക്ക് ശേഷം ഒരു മരുന്നുണ്ട്, അത് കൊടുത്തപ്പോൾ ആ ക്ഷീണത്തിൽ കിടക്കുക. ഇപ്പം എണിക്കും. ആ, ഞാനെന്നാ ഷോപ്പിലേക്ക് പോകട്ടെ. എന്തായാലും അത് കുടിച്ചു തീർത്തിട്ട് പൊക്കോ. ആ, ഇത്രയും വീട്ടിൽ പെണ്ണ് കാണാൻ പോയിട്ടും ഇപ്പോഴും ഒരു പെൺകുട്ടിൻ്റെ മുഖത്തൊക്കെ സംസാരിക്കാൻ പറഞ്ഞാൽ പേടി തന്നെയാണല്ലേ. പക്ഷേ ഒരു പെൺകുട്ടിൻ്റെ അടുത്ത് എങ്ങനെ മാന്യമായിട്ട് പെരുമാറണമെന്ന് അതെനിക്ക് നന്നായിട്ട് അറിയാം.
അന്ന് അമ്മ ഹോസ്പിറ്റലായപ്പോൾ എത്രയും പെട്ടെന്ന് അവിടെ എത്താനുള്ള ഒരു ഇതിലായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഒരു പരിചയമില്ലാത്ത നിങ്ങളുടെ ബൈക്കിൽ കയറിയത്. എന്നെ അവിടെ എത്തിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടല്ലേ തിരിച്ചു പോയത്. ശരിക്കും പറഞ്ഞാൽ ഒരാളെ മനസ്സിലാക്കാനേ കുറേ സമയമൊന്നും വേണ്ട. അതായിരുന്നു പിറ്റേ ദിവസം ബസ് കിട്ടാതെ ഇരുന്നപ്പം ഞാൻ ധൈര്യമായിട്ട് നിങ്ങൾ ബൈക്കിൽ ഹോസ്പിറ്റലിലേക്ക് വന്നത്. നമ്മൾ പരിചയപ്പെട്ടിട്ട് ഇപ്പം 3-4 മാസമായില്ലേ. ഇന്നേവരായിട്ട് ഒന്ന് തെറ്റായിട്ട് പോലും നിങ്ങളെന്നെ നോക്കിയിട്ടില്ല. നമ്പർ പോലും ഞാനല്ലേ അങ്ങോട്ട് ചോദിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു ആൺകുട്ടിനെയാണ് എല്ലാ പെൺകുട്ടികളും ആഗ്രഹിക്കുക. പക്ഷെ ഇത്രയും സ്ഥലത്ത് പോയിട്ടും അവരൊക്കെ എന്തുകൊണ്ട് റിജക്റ്റ് ചെയ്തെന്ന് അതുമാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഇതൊരു പെണ്ണ് കാണലായിട്ട് കണ്ടൂടെ? ഇപ്പം നിനക്കൊരു മറുപടി പറയാൻ പറ്റില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ എനിക്കിഷ്ടമാണ്. മറുപടി എന്താണെങ്കിലും നാളെ ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പം വയലിലൂടെ വരാം. അന്നേരം പറഞ്ഞാൽ മതി. ഞാൻ ഷോപ്പിലേക്ക് പോട്ടെ. എവിടെ പോയി കാണുന്നില്ലല്ലോ. ബസ്സിന് സമയമായി. ഇതെവിടെയായിരുന്നു? ഞാൻ ഇത്ര നേരം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് അവിടെ നിന്ന് ഒരാൾ വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് മാറി നിന്നതാ. പിന്നെ ഞാൻ ഇന്നലെ ചോദിച്ചതിനുള്ള മറുപടി എന്താ? അല്ല, ഞാനിത് എങ്ങനെയാ എനിക്ക് ഇനിയിപ്പോൾ പറയാൻ ബുദ്ധിമുട്ടൊന്നും വേണ്ട. എന്നൊന്ന് വീട് വരെ കൊണ്ടാക്കുമോ? നമ്മൾ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞ ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. പലർക്കും വലിയ തുക, അതായത് 40-50 ലക്ഷമൊക്കെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വരുന്നുണ്ട്. അസുഖം വന്നിട്ട് ഇത് എടുക്കാൻ നോക്കിയാൽ ചിലപ്പോൾ എളുപ്പത്തിൽ കിട്ടണമെന്നില്ല. അങ്ങനെ സംഭവിച്ചാൽ നമ്മുടെ സമ്പാദ്യം ആകെ നഷ്ടപ്പെടും. അല്ലെങ്കിൽ പിന്നെ മറ്റുള്ളവരുടെ മുന്നിൽ സഹായത്തിനായി കൈനീട്ടേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനികളെ കമ്പയർ ചെയ്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു ഇൻഷുറൻസ് പോളിസി 25% വരെയൊക്കെ ഡിസ്കൗണ്ടോട് എടുക്കാനുള്ള ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിലും പിന്നെ കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഈ കാണുന്ന QR കോഡിൽ സ്കാൻ ചെയ്താൽ മതി. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി ചെക്ക് ചെയ്യാം.